അതുകൊണ്ടാണ് കൂടുതൽ കാൻഡിഡേറ്റ്സും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഈ കൊല്ലവും പ്ലേസ്മെൻറ്റ്സ്, അതായത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സും ജോലിക്കുള്ള സാധ്യതയും കുറവാണെങ്കിൽ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അനാലിസിസ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, ബേസിക് പാറ്റേൺ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് സെക്ഷൻസ്, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, അതുപോലെ തന്നെ ഒരു സ്കോർ ആസ് വെൽ എസ് പെർസെൻറ്റൈൽ ഓവർവ്യൂ. 86 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 29 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയാൽ മതി. നമുക്കറിയാം 66 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിലുള്ളത്. ഹലോ ഡിയർ ആസ്പിരൻറ്റ്, വെൽക്കം ടു എൻട്രി MBA യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ എഡ്യൂക്കേറ്റർ ദീപക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CAT 2023 ഒരു ബേസിക് അനാലിസിസ് ആണ്. അപ്പോൾ 2024 CATന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഈ 2023 നടന്ന, അതായത് നവംബർ 26 നടന്ന 2023 നവംബർ 26 നടന്ന CAT എക്സാമിൻ്റെ ഒരു ബേസിക് സ്കോർ അനാലിസിസും അതുപോലെ തന്നെ എക്സാം പാറ്റേണിനെ പറ്റിയുമുള്ള ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ 2024 CAT പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ എക്സാമിനെ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഓവർവ്യൂയോട് കൂടിയാണ്. നമ്മൾ ആ ഒരു ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എക്സാക്ട് സിലബസിനെ പറ്റി ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ആ ഒരു ഓവർവ്യൂ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പ്രതീക്ഷ. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഫ്യൂച്ചറിൽ കുറേയധികം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഓരോ സെക്ഷൻ വൈസ് അനാലിസിസും അതുപോലെ തന്നെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഈ വർഷത്തെ CATൽ ഓരോ സെക്ഷനിൽ നിന്ന് ചോദിച്ചതെന്നുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ CAT 2023 ബേസിക് പാറ്റേൺ എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് സെക്ഷൻസ്, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, അതുപോലെ തന്നെ ഒരു സ്കോർ ആസ് വെൽ എസ് പെർസെൻറ്റൈൽ ഓവർവ്യൂ. ഇപ്പോൾ സ്കോർ ആക്ച്വലി സ്കോർ കാർഡ് പുറത്ത് വന്നിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അനാലിസിസ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 2022 CATുമായിട്ട് ഒരു കമ്പാരിസൺ കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫിക്കൽട്ടിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം നമ്മളിവിടെ നോക്കുന്നത് CAT ബേസിക്കലി ഒരു നക്ഷലിൽ നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കണം. നമുക്കറിയാം CATന് 3 സെക്ഷൻസ് ആണുള്ളത്. നമ്പർ ഓഫ് സെക്ഷൻസ് നമുക്ക് 3 എണ്ണമാണ്. ഓക്കെ, അതിൽ വരുന്നത് വെർബൽ എബിലിറ്റി വരുന്നുണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി. അപ്പോൾ ഇത് 3 സെക്ഷൻസ് എന്ന് പറയുന്നത് VARC ഇറ്റ്സ് 1 സെക്ഷൻ ആൻഡ് യു ഹാവ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് ആസ് യുവർ സെക്കൻഡ് സെക്ഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആസ് ദി തേർഡ് സെക്ഷൻ. ഈ 3 സെക്ഷൻസ് ആണ് നമുക്ക് CATന് വരുന്നത്. വേറെ പല എക്സാമുകളും ഉണ്ട്. വേർ യു ഹാവ് ഇപ്പോൾ GK ചോദിക്കുന്ന എക്സാംസ് ഉണ്ട്, ജനറൽ അവയർനെസ് ചോദിക്കുന്ന എക്സാംസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ CATന് നമുക്ക് ഈ ഒരു 3 സെക്ഷൻസ് മാത്രമാണ് വരുന്നത്. ആൻഡ് 40 മിനിറ്റ്സ് ആണ് പെർ സെക്ഷൻ നമുക്ക് അലൗഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. സോ യൂഷ്വലി പറയാറുണ്ട് CAT എന്ന് പറയുന്നത് ഒരു സിംഗിൾ എക്സാം അല്ല, റാദർ ഒരു 3 എക്സാംസിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് പറയാറുണ്ട്. കാരണം നമുക്കിവിടെ സെക്ഷണൽ കട്ട് ഓഫും ഈ CATന് എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ 40 മിനിറ്റ് ഡ്യൂറേഷനുള്ള 3 എക്സാമാണ് CAT എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി CATൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇന്ത്യയിലെ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് എഴുതുന്ന ഒരു എക്സാമാണ് CAT. കാരണം ഒരു 21 IIMs കൂടാതെ ഏകദേശം 1200 ബിസിനസ് സ്കൂളുകളിൽ CATൻ്റെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വാലിഡിറ്റി ഒരു എക്സാമിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ IIMs. അപ്പോൾ ഓരോ വർഷവും ഓരോ IIMs ആയിരിക്കും ഇതിൻ്റെ ആ ഒരു കൺവീനർ ചുമതല വഹിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ CAT നടത്തിയത് IIM ലക്നോ ആയിരുന്നു. അങ്ങനെ ഓരോ കൊല്ലവും ഈ ഒരു ഏത് IIM ആണ് ഈ എക്സാം നടത്തുന്നത് എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ IIM ലക്നോ ആയിരുന്നു കൺവീനർ. ഇനി അടുത്ത കൊല്ലം ഇത് മാറും, പുതിയൊരു IIM ആയിരിക്കും വരുന്നത്. ഇനി CATൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമേ നടക്കാറുള്ളൂ. CAT എപ്പോഴും നടക്കുന്നത് നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അപ്പോൾ ആ ഒരു ആൻറ്റിസിപ്പേറ്റഡ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം 2024 CAT നടക്കാൻ പോകുന്നത് നവംബർ 24 തീയതി ആയിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ മുൻപിൽ ഒരു 11 മാസത്തോളം സമയം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ പർട്ടിക്കുലർ ഹെഡ് സ്റ്റാർട്ട്. കാരണം ഈ വർഷം CAT രജിസ്റ്റർ ചെയ്തത് ഏകദേശം 3.3 ലക്ഷം ആളുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എക്സാം എഴുതിയ ആളുകളുടെ കണക്ക് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ആ ഒരു നമ്പർ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിനേക്കാളും ഏകദേശം ഒരു 50,000 കുറവായിരിക്കും. കാരണം നോർമലി CATൻ്റെ രജിസ്ട്രേഷൻ വരുമ്പോൾ ഒരു 2.5 lakh ഒക്കെയാണ് നോർമലി വരാറുള്ളത്. ഒരു 50,000 ആളുകൾ CAT എന്തായാലും എഴുതാറില്ല. പിന്നെ വരുന്ന കാൻഡിഡേറ്റ്സിൽ ഔട്ട് ഓഫ് 2 lakh കാൻഡിഡേറ്റ്സ് കൂടി വന്നാൽ ഒരു 50,000 കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് ഈ ഒരു CAT എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഈ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിൽ നമ്മൾ സ്കോർ വെച്ചിട്ട് പെർസെൻറ്റൈലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഈ വർഷം 3.3 ലക്ഷമാണെങ്കിൽ അടുത്ത കൊല്ലം ഒന്നുകിൽ ഇതേ നമ്പറിൽ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ കാറ്റ് എഴുതാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ജോലിയുടെ സാധ്യത അനുസരിച്ചായിരിക്കും പലരും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു കൊല്ലം എന്ന് പറയുന്നത് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഭയങ്കര കുറവായിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് കൂടുതൽ കാൻഡിഡേറ്റ്സും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഈ കൊല്ലവും പ്ലേസ്മെൻറ്റ്സ്, അതായത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സും ജോലിക്കുള്ള സാധ്യതയും കുറവാണെങ്കിൽ അടുത്ത കൊല്ലവും കാറ്റ് എഴുതി MBA എടുത്ത് പുതിയൊരു നല്ലൊരു ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം ഇതിലും കൂടുതലായിരിക്കും. എനിവേ, നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കാറ്റിൻ്റെ ആ ഒരു എക്സാം പാറ്റേൺ ആണ്. ഓക്കെ, ഓരോ എക്സാമിനും ഓരോ പാറ്റേൺ ആയിരിക്കും. പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഓരോ സെക്ഷനും എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ എല്ലാ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ സ്റ്റൈൽ സെയിം ആയിരിക്കണം എന്നില്ല, അല്ല, പല തരം ക്വസ്റ്റ്യൻ സ്റ്റൈലായിരിക്കും. ഇപ്പോൾ കാറ്റിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് 66 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 66 ക്വസ്റ്റ്യൻസ് അക്രോസ് 3 സെക്ഷൻസ്. ഓക്കെ, ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അപ്പോൾ ആ ഒരു സെക്ഷൻ വൈസ് പാറ്റേൺ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. എനിവേ, നമുക്കിവിടെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്ന് MCQ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് TITA ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അതായത് ടൈപ്പ് ഇൻ ദി ആൻസർ, അതായത് നമ്മൾ ആൻസർ ടൈപ്പ് ഇൻ ചെയ്യണം. ഓക്കെ, ഇനി 198 മാർക്കിനാണ് നമ്മുടെ കാറ്റ് ഓവറോൾ സ്കോർ വരുന്നത്. ഈ 198 മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ ഫോർ എവറി റോങ് ആൻസർ യു വിൽ ഹാവ് എ നെഗറ്റീവ് മാർക്ക് ഓഫ് 1. ഓക്കെ, അപ്പോൾ 1/3 ആണ് ഇവിടെ വരുന്നത് നെഗറ്റീവ്. ഈ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല എക്സാമിനും പല രീതിയിലായിരിക്കും ഒരു മാർക്കിംഗ് സ്കീം വരുന്നത്. ഇപ്പോൾ ചില എക്സാമിന് കറക്റ്റ് ആൻസറിന് 4 മാർക്കും റോങ് ആൻസറിന് 1 മാർക്കും ആയിരിക്കും. അപ്പോൾ 1/4 ആണ് അവിടെ നെഗറ്റീവ് വരുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ്, അത് എക്സാം അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ TITA ക്വസ്റ്റ്യൻസ്, അതായത് ടൈപ്പ് ഇൻ ദി ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അത് നമുക്ക് റാൻഡമായിട്ട് ഗെസ് വേണമെങ്കിൽ ചെയ്യാം, കാരണം അവിടെ പ്രശ്നമില്ല, കാരണം നമുക്കവിടെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. അപ്പോൾ 66 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ച് അങ്ങനെ ടോട്ടലി 198 മാർക്കാണ് നമുക്ക് ഓവറോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിൽ ഹൃദയസ്ഥമാക്കുക. കാരണം ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴും ഈ ഒരു പാറ്റേൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എടുക്കണം, ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ എക്സാമിൻ്റെ പ്രോപ്പർ ലേ ഔട്ട്, ഒരു ബ്ലൂ പ്രിൻ്റ് നമ്മുടെ മനസ്സിൽ വേണം. അതിനാണ് പാറ്റേൺ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ വൈസ് അനാലിസിസിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെക്ഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ദാറ്റ് ഇസ് യുവർ ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാ കാറ്റിനും സെയിം ആയിരിക്കും, അതായത് ഓർഡറിങ് സെയിം ആയിരിക്കും. ഫസ്റ്റ് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരും. 40 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെസ്റ്റ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്ങിലേക്ക് പോകും. വീണ്ടും 40 മിനിറ്റ് കഴിയുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി സെക്ഷനിലേക്ക് പോകും. അങ്ങനെ മൊത്തത്തിൽ 3 സെക്ഷൻസ്. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷന് 24 ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2023 കാറ്റിൽ ചോദിച്ചത്. പക്ഷേ അതേ പാറ്റേൺ തന്നെ, അല്ലെങ്കിൽ അതേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ 2024 വരണം എന്ന് നിർബന്ധമില്ല. കാരണം കഴിഞ്ഞ 3 കൊല്ലം കാറ്റിൻ്റെ പാറ്റേൺ ഇത് തന്നെയായിരുന്നു. പക്ഷേ 2020 ഇതിനേക്കാളും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. മാർക്കിംഗ് ഒക്കെ സെയിം ആയിരുന്നു, പക്ഷേ ഇവിടെ ആകെ ഒരു ഡിഫറൻസ് വന്നത് ഒരു 10 ക്വസ്റ്റ്യൻ അധികം ഉണ്ടായിരുന്നു. അതായത് 24 ക്വസ്റ്റ്യന് പകരം 26 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വെർബൽ എബിലിറ്റി, ആൻഡ് 20 ക്വസ്റ്റ്യൻസിന് പകരം 24 ക്വസ്റ്റ്യൻസ് ആയിരുന്നു DILR, ആൻഡ് 22 ക്വസ്റ്റ്യൻസിന് പകരം 26 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ മൊത്തത്തിൽ 76 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ 2021 വന്നപ്പോൾ അത് 66 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചുരുങ്ങി. ഓക്കെ, പിന്നീടും കഴിഞ്ഞ 3 കൊല്ലവും ഇതേ സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സെയിം ടൈമും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. കാരണം കാറ്റിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു വർഷത്തെ പാറ്റേൺ മനസ്സിലാവുന്നത് കാറ്റ് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ്. കാരണം അത്രയ്ക്ക് സർപ്രൈസിങ് എലമെൻ്റ് ആണ് കാറ്റിൻ്റെ കേസിന് നമ്മുടെ എക്സാമിന് വരാറുള്ളത്. ബാക്കിയുള്ള എക്സാമിൻ്റെ പോലെ ഒരു ഫിക്സ്ഡ് പ്രീ ഡിഫൈൻഡ് പാറ്റേൺ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമേ നമുക്കിവിടെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വയ്ക്കുക, ഈ ഒരു സർപ്രൈസിങ് എലമെൻറ്റ്, കാറ്റിൻ്റെ ഈ ഒരു സർപ്രൈസിങ് എലമെൻറ്റ് മനസ്സിൽ വെച്ചോളുക. എനിവേ, ഈ ഒരു ബേസിസിൽ, ഈ ഒരു ഓവർവ്യൂവിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഓരോ സെക്ഷൻ വൈസ് അനാലിസിസിലേക്ക് പോകാം. അതിനു മുമ്പ് ഓവറോൾ, ഓക്കെ, ഈ വർഷത്തെ സ്കോർ വേഴ്സസ് പെർസെൻറ്റൈൽ. പെർസെൻറ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ 100 മാർക്കുള്ള എക്സാമിൽ നിങ്ങൾ 80 മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ നിങ്ങളുടെ മാർക്ക് 80% എന്ന് നമ്മൾ പറയും, 80% എന്ന് പറയും. പക്ഷേ ഇത് പെർസെൻറ്റൈലാണ്. അതായത് സപ്പോസ് നിങ്ങൾ 100 മാർക്കുള്ള എക്സാമിൽ 80 മാർക്ക് ചെയ്ത് സ്കോർ ചെയ്ത ആളാണ്
ഏറ്റവും ടോപ്പർ എന്ന് വിചാരിക്കുക. ഇനി ഈ പരീക്ഷ ഈ 100 മാർക്കിൻ്റെ ഈ ഒരു എക്സാം എഴുതിയത് സപ്പോസ് ഒരു 1000 പേരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 1000 പേരിനേക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള 999 ആളിനേക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരു ടോപ്പർ, 80 മാർക്ക് വാങ്ങിച്ച ഒരു ടോപ്പർ, അദ്ദേഹമായിരിക്കും 99.9% അല്ലെങ്കിൽ 100% എന്ന് നമുക്ക് പറയാം. അതായത് ബാക്കിയുള്ള 99.99% ആളുകളും ഇദ്ദേഹത്തിനേക്കാളും പുറകിലാണ്. ഓക്കെ, അതാണ് പെർസെൻറ്റൈൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എനിവേ, ദിസ് ഈസ് വാട്ട് ഇസ് പെർസെൻറ്റൈൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓവറോൾ സ്കോറിംഗ്, ഓക്കെ, 2023 ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു സ്കോർ കാർഡ് റിലീസായിട്ട് അധികം ദിവസമായിട്ടില്ല, ഒരാഴ്ചയിൽ കുറഞ്ഞ സമയം മാത്രമേ ആയിട്ടുള്ളൂ. എനിവേ, ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 99.5% സ്കോർ ചെയ്ത് ഈ വർഷത്തെ ആൾക്ക് ഓവറോൾ സ്കോർ 86 മാർക്കാണ്. 86 മാർക്ക് എന്നുള്ളത് അയാളുടെ റോ സ്കോർ അല്ല. റോ സ്കോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ എക്സാമിന് ഇപ്പോൾ ചില സെക്ഷനിൽ ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവും. ഇപ്പോൾ ഒരു ദിവസം 3 സ്ലോട്ടാണ്, 3 സ്ലോട്ടായിട്ടാണ് കാറ്റ് എക്സാം നടക്കുക. ഇപ്പോൾ നവംബർ 26 3 സ്ലോട്ടായിട്ടാണ് നടന്നത്. മോർണിംഗ് സെഷൻ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു സെഷൻ ഉണ്ടായിരുന്നു, ആഫ്റ്റർനൂൺ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അക്രോസ് സ്ലോട്ട്സ് ചില സെക്ഷൻസ് ഇപ്പോൾ ചില സ്ലോട്ടിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ചില സെക്ഷൻസ് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഒരു നോർമലൈസേഷൻ ഫാക്ടർ നമ്മളിവിടെ കൊണ്ടുവരും. ഈ ഒരു നോർമലൈസേഷനിൽ അവരൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഈ സ്കോർ നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കെയിൽഡ് സ്കോർ ആയിരിക്കും പലപ്പോഴും. ഓക്കെ, അപ്പോൾ എനിവേ 86 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 29 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയാൽ മതി. നമുക്കറിയാം 66 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിലുള്ളത്. അതിൽ 29 എന്ന് പറയുമ്പോൾ പകുതിയിൽ താഴെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ യു ഗെറ്റ് 99.5%. ഓക്കെ, ഇനി കഴിഞ്ഞ കൊല്ലം ഇതേ പെർസെൻറ്റൈൽ സ്കോർ ചെയ്ത ആൾക്ക് വരുന്ന സ്കോർ എന്ന് പറയുന്നത് 92.87 ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഒരു 6 മാർക്കോളം കുറവ് മതി ഈ കൊല്ലത്തെ കാറ്റിന് വന്നപ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരുന്നു എന്നുള്ളത്. ഇത് അക്രോസ് നിങ്ങൾക്ക് ഓരോ പെർസെൻറ്റൈലും ഇത് കാണാം. 99% അത് 74 ആണ് ഈ കൊല്ലമെങ്കിൽ കഴിഞ്ഞ കൊല്ലം അത് 83 ആയിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 6 മാർക്കിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. പക്ഷേ ഇത് താഴത്തേക്ക് പോകുന്നതോറും ഡിഫറൻസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്ന കാണാം. കാരണം കഴിഞ്ഞ കൊല്ലം 80% കിട്ടിയ ആൾ 80% കിട്ടിയ ആളുടെ സ്കോർ എന്ന് പറയുന്നത് 36 ആണെങ്കിൽ ഈ കൊല്ലം 80% കിട്ടിയ ആളുടെ സ്കോർ 35 ആണ്. അപ്പോൾ ഏകദേശം ഒരു 1.02 മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇത് മുകളിലേക്ക് പോകുന്നതോറും ഹയർ ലെവലിലേക്ക് പോകുന്നതോറും ആ ഡിഫറൻസ് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഓവറോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതൽ വരുന്ന എക്സാംസിന് എല്ലാവരും ഈ കൊല്ലം പറഞ്ഞ അഭിപ്രായം 2023 CAT വാസ് ഡിഫിക്കൽട്ട് ദാൻ ദ പ്രീവിയസ് CAT. കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഓൾമോസ്റ്റ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള CAT ആയിരുന്നു ഈ വർഷം നടന്ന CAT. അപ്പോൾ അങ്ങനെ ഒരു എക്സാമിൽ നിങ്ങളുടെ സ്കോർ മാറ്റർ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പലപ്പോഴും ഒരു എക്സാം കട്ടിയാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി പലരും ഡെസ്പറേറ്റ് ആവും, കുറേ അറിയാത്ത ആൻസേഴ്സ് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ സ്കോറും പേഴ്സണലും കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് എക്സാം വരുമ്പോൾ വി ക്യാൻ കീപ്പ് അവർ മൈൻഡ് കാം ആൻഡ് ആൻസർ വാട്ട് ഓൺലി വി നോ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 35 മാർക്ക്, അതായത് 80% സ്കോർ ചെയ്യണമെങ്കിൽ 35 മാർക്ക് എന്ന് പറയുന്നത് വെറും 12 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ മതി. അതായത് 66 ക്വസ്റ്റ്യൻസിൽ 2 മണിക്കൂർ കൊണ്ട് 12 ക്വസ്റ്റ്യൻ അക്രോസ് സെക്ഷൻസ് നിങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ യു ഗെറ്റ് 80%. ഓക്കെ, ഇനി സെക്ഷൻ വൈസ് അനാലിസിസിലേക്ക് നമുക്കൊന്ന് കിടക്കാം ക്വിക്കായിട്ട്. ഇപ്പോൾ വെർബൽ എബിലിറ്റിയുടെ കേസ് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 42 ക്വസ്റ്റ്യൻസിൽ യു ഗെറ്റ് 99.5. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ അതിന് 49 മാർക്ക് വേണമായിരുന്നു. 42 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 14 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മതി. 14 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് നമുക്ക് 42 മാർക്ക് കിട്ടും. ഓക്കെ, അതായത് 24 ക്വസ്റ്റ്യൻസിൽ 14 ക്വസ്റ്റ്യൻസ്. ഇനി വെൻ യു ലുക്ക് അറ്റ് 80% ഈ കൊല്ലം അത് വെറും 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 24 7 എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/3 ക്വസ്റ്റ്യൻസോളം നമുക്ക് കറക്റ്റാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ 80%. സോ അത്രയുമാണ് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു എക്സാമിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്കോർ വേഴ്സസ് പെർസെൻറ്റൈൽ എന്നുള്ളൊരു ക്രൈറ്റീരിയ നിങ്ങൾ മുൻ വർഷത്തെയും കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ടുവേർഡ്സ് ദി എൻഡ് 80 അല്ലെങ്കിൽ 70 വരുമ്പോൾ ഈ ഡിഫറൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പക്ഷേ ഡിഫിക്കൽട്ട് എക്സാമിൻ്റെ കേസ് വരുമ്പോൾ ഏത് കൊല്ലമൊക്കെയാണോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ആ വർഷത്തേക്ക് എക്സാംസിൻ്റെ ഹയർ പെർസെൻറ്റൈൽ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഭയങ്കര ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ 2021 CAT വന്നപ്പോൾ 49-നേക്കാളും കൂടുതൽ മാർക്ക് വേണമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 54 മാർക്ക് എന്തോ വേണമായിരുന്നു ഈ പറയുന്ന 99.5% വെർബൽ എബിലിറ്റിയിൽ സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി DLRൻ്റെ കേസ് വരുമ്പോൾ വെൻ യു കം ടു DLR
അവിടെ നമുക്കറിയാം 30 മാർക്കാണ് ഈ പറയുന്ന 99.5% സ്കോറിന് വേണ്ടത്. 30 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഓൺ ആൻ ആവറേജ് 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിൽ സെറ്റായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അതായത് ഒരു ഡേറ്റ തന്നിട്ടുണ്ടാവും, അതിനെ ബേസ് ചെയ്ത് ഒരു 5 ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു 4 സെറ്റായിരിക്കും. അപ്പോൾ 2 സെറ്റ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത ഒരാൾക്ക്, മൊത്തം 4 സെറ്റിൽ 2 സെറ്റ് കറക്റ്റായത് ആൻസർ ചെയ്ത ഒരാൾക്ക് ഈ തവണ 99.5% സ്കോർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ 2 സെറ്റ് എന്ന് പറഞ്ഞാൽ 8 ക്വസ്റ്റ്യൻ, അതും 40 മിനിറ്റിൽ. ഒരു സെറ്റ് കറക്റ്റാക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംവെയർ അറൗണ്ട് എത്ര വരും? 15 മാർക്ക് വരും. 15 മാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 90% അതായത് 5 ക്വസ്റ്റ്യൻസ് കറക്റ്റാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് കാറ്റിന് വരുന്നില്ല. ഓക്കെ, അപ്പോൾ സെലക്റ്റീവായിട്ട് നമ്മൾ ആൻസർ ചെയ്യുക, പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. വെറുതെ പോയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല. വെൻ ഇറ്റ് കംസ് ടു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് ആൻഡ് വെർബൽ എബിലിറ്റി, ഈ 2 സെക്ഷൻ്റെ കേസിലും ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ഓക്കെ, പക്ഷേ നേരെ മറിച്ച് ക്വാണ്ടിൻ്റെ കേസിലേക്ക് വരുമ്പോൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ പ്രാക്ടീസിനേക്കാൾ ഉപരി അവിടെ നമ്മൾ ടോപ്പിക് ആദ്യം കവർ ചെയ്യണം, കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം, അതിനുശേഷമാണ് പ്രാക്ടീസ് വരുന്നത്. ഇനി ഈ വർഷത്തെ ക്വാണ്ടിൻ്റെ കേസ് നോക്കുമ്പോൾ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്, ഈ വർഷത്തെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഒബ്വിയസ്ലി എല്ലാ സെക്ഷനേക്കാളും ഏറ്റവും ടഫ് നോർമലി വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആണ്. പക്ഷേ അക്രോസ് ഇയേഴ്സ് നോക്കുവാണെങ്കിലും ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. കാരണം ഈ വർഷം 30 മാർക്ക്, അതായത് 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത ആൾക്ക് ഹിൽ സ്കോർ 99.5%. നേരെ മറിച്ച് കഴിഞ്ഞ കൊല്ലം അത് 38 മാർക്കായിരുന്നു. ഓക്കെ, താഴത്തേക്ക് വരുമ്പോൾ 9 മാർക്ക്, അതായത് 3 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 9 മാർക്ക് കിട്ടും റോ സ്കോർ, ആൻഡ് യു വിൽ സ്കോർ അറൗണ്ട് 80%. അപ്പോൾ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. സോ അത്യാവശ്യം ഒരു ടയർ 2 കോളേജൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 85% ഓവറോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോളേജിലേക്ക് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ IIMs ദെൻ യു ഷുഡ് ടാർഗറ്റ് അബൌട്ട് 95 ആൻഡ് അബൌവ്. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് അഗെയിൻ. ഇപ്പോൾ ABC ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറി ഒന്നും അല്ല വരുന്നതെങ്കിൽ 99 അല്ലെങ്കിൽ 98% നമുക്ക് വേണ്ടി വരും. പക്ഷേ വെൻ യു ലുക്ക് ഇറ്റ് ഫോർ ബേബി IIMs അല്ലെങ്കിൽ IIMs ഒഴിച്ചുള്ള ബാക്കിയുള്ള പ്രീമിയർ കോളേജസ് ഒക്കെ ആണെങ്കിൽ 95 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പെർസെൻറ്റൈലിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനനുസരിച്ച് നമ്മളൊരു ഓവർവ്യൂ പ്ലാൻ ഉണ്ടാക്കുക, ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുക, സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സിലബസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വൈകാതെ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സസ് കളക്ട് ചെയ്യാം. ആ റിസോഴ്സസിൻ്റെ ബേസിസിൽ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കൊരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലിടാം. അതായത് ഇത്ര പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് ഫുള്ള് കവർ ചെയ്യണം. ദെൻ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് പ്രാക്ടീസ്. അതിനുശേഷം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രക്ചേർഡ് പ്ലാനാണ്. കാരണം മിനിമം നമുക്ക് ഏകദേശം ഒരു വർഷമെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനില്ലെങ്കിൽ CAT എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. ബട്ട് ഇഫ് യു ഹാവ് എ പ്രോപ്പർ പ്ലാൻ മേ ബി ഈവൻ 6 മന്ത്സിലും നിങ്ങൾക്കത് സാധിക്കും. പക്ഷേ ആ ഒരു സമയത്ത് ഇപ്പോൾ 6 മന്ത്സിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ഇടുന്ന ടൈം പീരീഡ് കൂടുതലായിരിക്കും. ഇപ്പോൾ 6 മാസം നിങ്ങളുടെ മുമ്പിലുള്ളെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ ഈവൺ ഓൺ എ ഡേ ടു ഡേ ബേസിസ് ഒരു 2 hours 3 hours if you can prepare, then you can easily crack CAT with a good percentile. Okay, so that's all in this particular video. I wish you all the best. Thank you.